നമസ്കാരം, സുനിത കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം കേട്ടോ. ഓണസദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയൊരു മെഴുക്കുപുരട്ടിയാണ്. ഇപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലായിരിക്കും. ഷോപ്പിങ്, ക്ലീനിങ്, കുക്കിങ് എല്ലാമായിട്ട് തിരക്കിലാവൂലേ. അപ്പോൾ ഞാനും തിരക്കിലാണ്. അപ്പം നമുക്കിതാ ഓണത്തിന് വിളമ്പാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മെഴുക്കുപുരട്ടിയാണ് കേട്ടോ. കായും പയറും കൂടെ കൊണ്ടുള്ള ഒരു മെഴുക്കുപുരട്ടിയാണ്. റോബസ്റ്റ കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കായ് ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പം അതേ നമുക്കിനി ഈ കായും പയറും ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇതാ ഇപ്പോൾ കായും പയറും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കായ് കുറച്ച് കനത്തിലാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതാ പയർ, ആവശ്യത്തിനുള്ള പയറും കൂടെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇനി അതിലേക്ക് നമുക്ക് വലിയൊരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ അരിഞ്ഞിട്ട് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക്, നമ്മളിതിനകത്ത് വറ്റൽമുളക് ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് എരിവുണ്ടാകും, അതനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി പോകരുത്, കുറച്ച് മതി. ഇനിയും കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലിപ്പം വെള്ളം ചേർത്തില്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് സ്വല്പം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കടുവറുത്തിട്ട് വേണമെങ്കിലും ഇങ്ങനെ ഇടാൻ കേട്ടോ. ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ അതേ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി നോക്കാം. 1 മിനിറ്റേ വെച്ചുള്ളൂ. എന്നിട്ടൊന്ന് ഇളക്കി നോക്കാം. ഒരുപാട് സമയം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും ഇത്. അതുകൊണ്ടാണ് കുറച്ച് സമയം വെച്ച് കൊടുത്താൽ മതി. ഒന്നുകൂടി നിറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മതി. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇതിങ്ങ് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. കടുക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് കുറച്ച് വറ്റൽമുളക് ചതച്ചത് നമുക്ക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് ചേർക്കണം, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മെഴുക്കുപുരട്ടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുകയാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മെഴുക്കുപുരട്ടി ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കിടന്നിട്ട് ഒരുപാട് സമയം അങ്ങോട്ട് ഫ്രൈ ആക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹാർഡായി പോവും, അങ്ങനെ ചെയ്യണ്ട. കുറച്ച് സമയം, ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ വന്നാൽ മതി. അല്ലെങ്കിൽ ഹാർഡായി കഴിഞ്ഞാൽ ഒരു കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഒരുപാട് സമയം അങ്ങനെ വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമായി. താങ്ക് യു.